യുവവാണി. നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് യുവവാണി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിലെ കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പ്രശ്നോത്തരിയിൽ പങ്കെടുത്ത 16 ടീമുകളിൽ നിന്നും ഫൈനൽ മത്സരത്തിലേക്ക് യോഗ്യത നേടിയ 4 ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന പ്രശ്നോത്തരിയുടെ പ്രക്ഷേപണമാണ് ഇന്നത്തെ യുവവാണിയിൽ. പ്രശ്നോത്തരിയുടെ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമുകൾ: ടീം എ മാർ ഇവാനിയസ് കോളേജ് തിരുവനന്തപുരം, ടീം ബി ക്രിസ്ത്യൻ കോളേജ് കാട്ടാക്കട തിരുവനന്തപുരം, ടീം സി ബിഷപ്പ് മൂർ കോളേജ് മാവേലിക്കര, ടീം ഡി ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം. സംസ്ഥാന തലത്തിൽ നിരവധി ക്യൂസ് മത്സരങ്ങളിൽ വിജയിയും ധാരാളം ക്യൂസ് മത്സരങ്ങൾ നയിച്ചിട്ടുള്ള രഞ്ജിത്ത് വെള്ളല്ലൂരാണ് ഈ പ്രശ്നോത്തരിയുടെ ചോദ്യകർത്താവ്. മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് കോളേജ് ടീമുകളെ ഒന്ന് പരിചയപ്പെടാം. ടീം എ. എൻ്റെ പേര് സൂര്യകിരൺ. ഞാൻ മാർ ഇവാനിയസ് കോളേജിൽ നിന്നാണ് വരുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആദിത്യൻ DM. മാർ ഇവാനിയസ് കോളേജിലെ 3ാം വർഷ ഗണിതശാസ്ത്ര ബിരുദ വിദ്യാർത്ഥിയാണ്. ടീം ബി. എൻ്റെ പേര് കൈലാസ് നാഗ്. ഞാൻ 3ാം വർഷം BA എക്കണോമിക്സ് വിദ്യാർത്ഥിയാണ്, ക്രിസ്ത്യൻ കോളേജ് കാട്ടാക്കട. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അദ്വൈത് M. പ്രശാന്ത്. ഞാൻ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ 3ാം വർഷ BA എക്കണോമിക്സ് വിദ്യാർത്ഥിയാണ്. ടീം സി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഭിഷേക്. ബിഷമൂർ കോളേജ് സെക്കൻഡ് ഇയർ സോളജി വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് മുഹമ്മദ് ഹിഷാം നൌഷാദ്. ഞാൻ ബിഷപ്പ് മൂർ കോളേജിൽ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. ടീം ഡി. എൻ്റെ പേര് അനസ് മാലിക് KT. ഞാൻ ഫസ്റ്റ് ഇയർ BSc നഴ്സിംഗ് സ്റ്റുഡൻറ്, ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം. എൻ്റെ പേര് ഫെസ്റ്റി ഫ്രാൻസിസ്. ഞാൻ ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം 3rd ഇയർ വിദ്യാർത്ഥിനിയാണ്. ഡയറക്റ്റ് ചോദ്യത്തിന് 10 മാർക്കും പാസിംഗിന് 5 മാർക്കുമാണ് ഉള്ളത്. ഒരു റൗണ്ട് ടീം എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് റൗണ്ട് ടീം ഡിയിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസിലായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് 20 സെക്കൻഡാണ് ഒരു ചോദ്യത്തിനുള്ള സമയം. അതായത് ഡയറക്റ്റ് ചോദ്യം വരുന്ന ടീമിന് മാത്രം. ബാക്കിയുള്ളവർക്ക് സമയം കുറവായിരിക്കും. നമ്മുടെ തീരുമാനം അന്തിമമായിരിക്കും. 1ാം റൗണ്ട് ദേശീയ പ്രസ്ഥാനം. ഒന്നാമത്തെ ചോദ്യം: ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈന്യത്തിലെ ഇന്ത്യക്കാരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു ഈ കലാപത്തിന്റെ പ്രധാന കാരണം. ഇംഗ്ലീഷ് കവിയായ ഹെൻറി ന്യൂബോൾട്ട് രചിച്ച കവിതയായ ഗില്ലസ്പിയിലും ഇംഗ്ലീഷ് നോവലിസ്റ്റായ ജോർജ് ഷിപ്പ്വേ രചിച്ച ദ സ്ട്രേഞ്ചേഴ്സ് ഇൻ ദ ലാൻഡ് എന്ന നോവലിലും ഈ കലാപത്തെ പരാമർശിച്ചിട്ടുണ്ട്. കേണൽ ഗില്ലസ്പി കലാപം അടിച്ചമർത്തുകയുണ്ടായി. ഏത് കലാപത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചത്? ടീം എ. ടീം എ. വെല്ലൂർ കലാപം. ആൻസർ ശരിയാണ്. ടീം എ 10 മാർക്ക്. ശ്രോതാക്കൾക്കായി ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈന്യത്തിലെ ഇന്ത്യക്കാരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു ഈ കലാപത്തിന്റെ പ്രധാന കാരണം. ഇംഗ്ലീഷ് കവിയായ ഹെൻറി ന്യൂബോൾട്ട് രചിച്ച ഗില്ലസ്പി എന്ന കവിതയിലും ഇംഗ്ലീഷ് നോവലിസ്റ്റായ ജോർജ് ഷിപ്പ്വേ രചിച്ച ദ സ്ട്രേഞ്ചേഴ്സ് ഇൻ ദ ലാൻഡ് എന്ന നോവലിലും ഈ കലാപത്തെ പരാമർശിച്ചിട്ടുണ്ട്. കേണൽ ഗില്ലസ്പി അടിച്ചമർത്തിയ ഈ കലാപം ഏതെന്ന് തിരിച്ചറിയുക. ഉത്തരം വെല്ലൂർ കലാപം. രണ്ടാമത്തെ ചോദ്യം ടീം ബിയോടാണ്. 2021 മുതൽ ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 15 ജൻ ജതിയ ഗൗരവ് ദിവസ്, അതായത് ഗോത്രാഭിമാന ദിവസമായി കേന്ദ്ര സർക്കാർ ആചരിച്ചു വരുന്നുണ്ട്. ഇദ്ദേഹത്തെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേത ദേവി രചിച്ച കൃതിയാണ് ആരണ്യ അധികാർ. ദൈവത്തിന്റെ അവതാരം എന്നറിയപ്പെടുന്ന ഇദ്ദേഹം നടത്തിയ കലാപം ഉൽഗുലാൻ എന്നറിയപ്പെടുന്നു. എന്താണ് ഇദ്ദേഹത്തിന്റെ പേര്? ടീം ബി ആണ്. ബിർസ മുണ്ട. ഉത്തരം ശരിയാണ്. ഉത്തരം നൽകിയിരിക്കുന്നത് ടീം ബി ആണ്. 10 മാർക്ക്. ശ്രോതാക്കൾക്കായി ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി.
2021 മുതൽ ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 15 ജൻ ജദിയ ഗൗരവ് ദിവസ്, അതായത് ഗോത്രാഭിമാന ദിവസമായി കേന്ദ്ര സർക്കാർ ആചരിച്ചു വരുന്നുണ്ട്. ഇദ്ദേഹത്തെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേത ദേവി രചിച്ച കൃതിയാണ് ആരണ്യ അധികാർ. ദൈവത്തിന്റെ അവതാരം എന്നറിയപ്പെടുന്ന ഇദ്ദേഹം നടത്തിയ കലാപം ഉൽഗുലാൻ എന്നറിയപ്പെടുന്നു. എന്താണ് ഇദ്ദേഹത്തിന്റെ പേര്? ശരി ഉത്തരം ബിർസ മുണ്ട. അടുത്ത ചോദ്യം ടീം സിയോടാണ്. മഗ്നോലിയ വൃക്ഷം ധാരാളമായി കാണുന്നതിനാൽ ആ വൃക്ഷത്തിൽ നിന്ന് പേര് ലഭിച്ച ഒരു ഗ്രാമം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാനമായി ഒരു കേന്ദ്രമായി മാറി. ജോയി പെർഫ്യൂം ട്രീ എന്നറിയപ്പെടുന്ന ഈ വൃക്ഷത്തിന്റെ ശാസ്ത്രീയ നാമത്തിന്റെ രണ്ടാം ഭാഗം സംസ്കൃത പദമായ ചമ്പക എന്നാണ്. എന്ത് സമരമാണ് ഈ ഗ്രാമത്തിൽ നടന്നത്? ചമ്പാരൻ സത്യാഗ്രഹം. ഉത്തരം ശരിയാണ്, ചമ്പാരൻ സത്യാഗ്രഹം. ടീം സി 10 മാർക്ക്. ശ്രോതാക്കൾക്കായി ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. മഗ്നോലിയ വൃക്ഷം ധാരാളമായി കാണുന്നതിനാൽ ആ വൃക്ഷത്തിൽ നിന്ന് പേര് ലഭിച്ച ഒരു ഗ്രാമം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാനമായി ഒരു കേന്ദ്രമായി മാറി. ജോയി പെർഫ്യൂം ട്രീ എന്നറിയപ്പെടുന്ന ഈ വൃക്ഷത്തിന്റെ ശാസ്ത്രീയ നാമത്തിന്റെ രണ്ടാം ഭാഗം സംസ്കൃത പദമായ ചമ്പക എന്നാണ്. എന്ത് സമരമാണ് ഈ ഗ്രാമത്തിൽ നടന്നത്? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ടീം ഡിയോടാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് സൈനികരായ ലഫ്റ്റനന്റ് ഹെൻറി ബോയെയും മേജർ ഹ്യൂസണിനെയും വധിച്ചതിനെ തുടർന്ന് മംഗൾ പാണ്ഡയ്ക്ക് വധശിക്ഷ ലഭിച്ചു. മംഗൾ പാണ്ഡയ്ക്ക് ഒപ്പം തന്നെ അതേ കാലയളവിൽ മറ്റൊരു സൈനികനെ കൂടി ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുകയുണ്ടായി. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ടൈം സ്റ്റാർട്ട് ചെയ്യുന്നു. ടീം ഡി പാസ്. ടീം എ പാസ്. ടീം ബി ഹേമു കലാനി. ഹേമു കലാനി അല്ല. ടീം സി ബതുകേശ്വർ ദത്ത്. ബട്കേശ്വർ ദത്ത് അല്ല. ഉത്തരം ആരും പറയാത്ത സ്ഥിതിക്ക് ഞാൻ പറയാം. ഈശ്വരി പ്രസാദ്. ശ്രോതാക്കൾക്കായി ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് സൈനികരായ ലഫ്റ്റനന്റ് ഹെൻറി ബോയെയും മേജർ ഹ്യൂസണിനെയും വധിച്ചതിനെ തുടർന്ന് മംഗൾ പാണ്ഡയ്ക്ക് വധശിക്ഷ ലഭിച്ചു. മംഗൾ പാണ്ഡയ്ക്ക് ഒപ്പം തന്നെ അതേ കാലയളവിൽ മറ്റൊരു സൈനികനെ കൂടി ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുകയുണ്ടായി. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ഉത്തരം ഈശ്വരി പ്രസാദ്. ഒന്നാമത്തെ റൗണ്ട് കഴിയുമ്പോഴുള്ള സ്കോർ നില ഇങ്ങനെയാണ്. ടീം എ 10 മാർക്ക്, ടീം ബി 10 മാർക്ക്, ടീം സി 10 മാർക്ക്, ടീം ഡി സ്കോർ ചെയ്തിട്ടില്ല. രണ്ടാം റൗണ്ട് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. ചോദ്യം ടീം ഡിയിൽ നിന്ന് ആരംഭിക്കും. സ്വാതന്ത്ര്യാനന്തരം നവഖാലിയിൽ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ ഗാന്ധിജി അത് പരിഹരിക്കാൻ വേണ്ടി അവിടെ എത്തുകയും അദ്ദേഹം കൊൽക്കത്തയിലെ ഒരു ഭവനത്തിലാണ് താമസിച്ചിരുന്നത്. എന്താണ് ഈ ഭവനത്തിന്റെ പേര്? ടീം ഡി. ടീം ഡി കീർത്തി ഭവൻ. ആൻസർ തെറ്റാണ്. ടീം സി ഗോൾഡൻ ത്രഷോൾഡ്. ആൻസർ തെറ്റാണ്. ഹൈദരി മൻസിൽ. ശരിയായ ഉത്തരമാണ് ഹൈദരി മൻസിൽ. ടീം ബിക്ക് 5 മാർക്ക്. കീർത്തി മന്ദിർ എന്നത് മഹാത്മാഗാന്ധിയുടെ ജന്മഗൃഹത്തിന്റെ പേരാണ്. ഗോൾഡൻ ത്രഷോൾഡ് സരോജിനി നായിഡുവിന്റെ ഒരു പുസ്തകമാണ്. ശ്രോതാക്കൾക്കായി ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. സ്വാതന്ത്ര്യാനന്തരം നവഖാലിയിൽ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ ഗാന്ധിജി അത് പരിഹരിക്കാൻ വേണ്ടി അവിടെ എത്തുകയും അദ്ദേഹം കൊൽക്കത്തയിലെ ഒരു ഭവനത്തിലാണ് താമസിച്ചിരുന്നത്. എന്താണ് ഈ ഭവനത്തിന്റെ പേര്? ശരി ഉത്തരം ഹൈദരി മൻസിൽ എന്നാണ്. ഈ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം ടീം സിയോട്. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ മഹാരാഷ്ട്രയിലെ ഒരു പ്രദേശം പിടിച്ചെടുത്തു. അവിടെ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. രക്തസാക്ഷികളുടെ നഗരം എന്നറിയപ്പെടുന്ന ഈ പ്രദേശം ഏതാണ്?
ടീം സിയോട്. സോലാപൂർ. ശരിയായ ഉത്തരമാണ് ഷോലാപൂർ. ടീം സിക്ക് 10 മാർക്ക്. ശ്രോതാക്കൾക്കായി ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ മഹാരാഷ്ട്രയിലെ ഒരു പ്രദേശം പിടിച്ചെടുത്തു. അവിടെ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. രക്തസാക്ഷികളുടെ നഗരം എന്നറിയപ്പെടുന്ന ഈ പ്രദേശം ഏതാണ്? ഉത്തരം ഷോലാപൂർ. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. പ്രശസ്തമായ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തോടെയാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. ഏതാണ് ആ സ്ഥാപനം? ടീം ബിയോടാണ്. ബനാറസ് ഹിന്ദു സർവകലാശാല. ശരിയായ ഉത്തരമാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. 1916 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നത്. ടീം ബിക്ക് 10 മാർക്ക്. ശ്രോതാക്കൾക്കായി ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. പ്രശസ്തമായ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തോടെയാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. ഏതാണ് ആ സ്ഥാപനം? ഉത്തരം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരം എന്ന റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ടീം എയോടാണ്. ഗാന്ധിജി ഓൾ ഇന്ത്യ റേഡിയോ സന്ദർശിച്ചിട്ടുണ്ട്. 1947 നവംബർ 12 അദ്ദേഹത്തിന്റെ സന്ദർശനം. അതിന്റെ ഓർമ്മയ്ക്കായാണ് പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആചരിക്കുന്നത്, അതായത് പൊതുജന സേവന പ്രക്ഷേപണ ദിനം. അദ്ദേഹം എന്ത് വിഷയമാണ് റേഡിയോയിൽ സംസാരിച്ചിരുന്നത്? ടീം എയോടാണ്. ടീം എയോടാണ്. വർഗീയതയ്ക്കെതിരെ. മതസൗഹാർദ്ദം വളർത്താൻ വേണ്ടി വർഗീയതക്കെതിരെ. ആൻസർ ശരിയല്ല. ഒരാൾ ഉത്തരം പറയുക. ടീം ഡിയോട്. സോഷ്യൽ സർവീസ്. അല്ല, ഉത്തരം തെറ്റാണ്. പാർട്ടീഷൻ ഓഫ് ഇന്ത്യ പാകിസ്ഥാൻ. എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടോ ആൻസർ? അന്ന് ഗാന്ധിജി അമൃത് കൗറിന്റെ കൂടാണ് അവിടെ വന്നിരുന്നത്. അല്ല, എന്ത് വിഷയം എന്നാണ് വേണ്ടത്? പാർട്ടീഷൻ മീൻസ് 14 പോയിന്റ്സ് പാകിസ്ഥാൻ വിഭജിച്ച് വരുന്നതിനെ പറ്റി. ഉത്തരം പൂർണ്ണമായും ശരിയല്ല. ഇന്ത്യ പാകിസ്ഥാന് കൊടുക്കേണ്ടിയിരുന്ന എത്ര ഒരു കോടി രൂപ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ളതിന്. അല്ല, ഉത്തരം വിഭജനത്തെ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രശ്നം, റെഫ്യൂജീസ് ആയിരുന്നു വിഷയം. ആർക്കും മാർക്ക് ലഭിച്ചിട്ടില്ല. ശ്രോതാക്കൾക്കായി ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. ഗാന്ധിജി ഓൾ ഇന്ത്യ റേഡിയോ സന്ദർശിച്ചിട്ടുണ്ട്. 1947 നവംബർ 12 അദ്ദേഹത്തിന്റെ സന്ദർശനം. അതിന്റെ ഓർമ്മയ്ക്കായാണ് പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആചരിക്കുന്നത്, അതായത് പൊതുജന സേവന പ്രക്ഷേപണ ദിനം. അദ്ദേഹം എന്ത് വിഷയമാണ് റേഡിയോയിൽ സംസാരിച്ചിരുന്നത്? ഉത്തരം വിഭജനത്തെ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രശ്നം. രണ്ടാമത്തെ റൗണ്ട് കഴിയുമ്പോഴുള്ള സ്കോർ നില ഇങ്ങനെയാണ്. ടീം എ ഈ റൗണ്ടിൽ സ്കോർ ചെയ്തിട്ടില്ല. ടീം ബി 15 മാർക്ക്, ടീം സി 10 മാർക്ക്, ടീം ഡി ഈ റൗണ്ടിൽ സ്കോർ ചെയ്തിട്ടില്ല. മൂന്നാം റൗണ്ട് സ്വാതന്ത്ര്യ സമരവും വനിതകളും. ഒന്നാമത്തെ ചോദ്യം ടീം എയോടാണ്. ദത്താവകാശ നിരോധന നയം, അതായത് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യം ബ്രിട്ടീഷുകാർ അവരോട് കൂട്ടിച്ചേർക്കുകയുണ്ടായി. അവിടുത്തെ റാണി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും തടവിൽ കഴിയവേ 1829 മരണപ്പെടുകയും ചെയ്തു. എന്താണ് ഈ റാണിയുടെ പേര്? ടീം എയോടാണ്. ടീം എയോടാണ്. വേലു നാച്ചിയർ. റാണി വേലു നാച്ചിയാരല്ല. കിട്ടൂർ ചെന്നമ്മ. കിട്ടൂർ റാണി ചെന്നമ്മ, അതാണ് ശരിയായ ഉത്തരം. ടീം ബിക്ക് 5 മാർക്ക്. കർണാടകത്തിലെ നാട്ടുരാജ്യമാണ് കിട്ടൂർ. റാണി വേലു നാച്ചിയാർ തമിഴ്നാട്ടിലാണ്. ശ്രോതാക്കൾക്കായി ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. ദത്താവകാശ നിരോധന നയം, അതായത് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യം ബ്രിട്ടീഷുകാർ അവരോട് കൂട്ടിച്ചേർക്കുകയുണ്ടായി. അവിടുത്തെ റാണി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും തടവിൽ കഴിയവേ 1829 മരണപ്പെടുകയും ചെയ്തു. എന്താണ് ഈ റാണിയുടെ പേര്? ഉത്തരം കിട്ടൂർ റാണി ചെന്നമ്മ. അടുത്ത
അടുത്ത ചോദ്യം ടീം ബിയോടാണ്. സാൻഡേഴ്സിനെ വധിച്ചതിന് ശേഷം ലാഹോറിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ഭഗത് സിംഗും കൂട്ടരും വേഷം മാറി സഞ്ചരിച്ചു. ഭഗത് സിംഗ് തന്നെ മുടിവെട്ടി താടി വടിച്ച് പാശ്ചാത്യ വേഷം, അതായത് ഇംഗ്ലീഷുകാരുടെ വേഷം ധരിച്ചാണ് നടന്നത്. മറ്റൊരു വിപ്ലവകാരിയായ ഭഗവതി ചരൺ വോറയുടെ ഭാര്യയും അവരുടെ കുട്ടിയും ഭഗത് സിംഗിനോടൊപ്പം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സഹായിയായി രാജ്ഗുരുവും കൂടെ ഉണ്ടായി. ഭഗത് സിംഗിനോടൊപ്പം വേഷം മാറി ബ്രിട്ടീഷുകാരെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട ഈ വനിത ആര്? അതായത് ഭഗത് സിംഗിനെ സഹായിക്കാനാണ് ഇവർ വന്നത്. എന്താണ് അവരുടെ പേര്? ടീം ബിയോടാണ്. കൽപ്പന ദത്ത. കൽപ്പന ദത്ത ചിറ്റഗോങ് സായുധ കലാപവുമായി ബന്ധപ്പെട്ട ആളാണ്. ശരി ഉത്തരവല്ല. ടീം സി പാസ്. പാസ്. ടീം ഡി പാസ്. ടീം എ പ്രീതിലത വഡോദർ. പ്രീതിലത വഡേദർ ഫഹർത്തലി യൂറോപ്യൻ ക്ലബ്ബ് ആക്രമിച്ച് സൈനൈഡ് കഴിച്ച് മരിച്ച വിപ്ലവകാരിയാണ്. ശരി ഉത്തരവല്ല. ശരി ഉത്തരം ദുർഗാവതി ദേവി എന്നാണ്. ആർക്കും പോയിന്റ് ലഭിച്ചിട്ടില്ല. ശ്രോതാക്കൾക്കായി ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. സാൻഡേഴ്സിനെ വധിച്ചതിന് ശേഷം ലാഹോറിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ഭഗത് സിംഗും കൂട്ടരും വേഷം മാറി സഞ്ചരിച്ചു. ഭഗത് സിംഗ് തന്നെ മുടിവെട്ടി താടി വടിച്ച് പാശ്ചാത്യ വേഷം, അതായത് ഇംഗ്ലീഷുകാരുടെ വേഷം ധരിച്ചാണ് നടന്നത്. മറ്റൊരു വിപ്ലവകാരിയായ ഭഗവതി ചരൺ വോറയുടെ ഭാര്യയും അവരുടെ കുട്ടിയും ഭഗത് സിംഗിനോടൊപ്പം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സഹായിയായി രാജ്ഗുരുവും കൂടെ ഉണ്ടായി. ഭഗത് സിംഗിനോടൊപ്പം വേഷം മാറി ബ്രിട്ടീഷുകാരെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട ഈ വനിത ആര്? അതായത് ഭഗത് സിംഗിനെ സഹായിക്കാനാണ് ഇവർ വന്നത്. എന്താണ് അവരുടെ പേര്? ഉത്തരം ദുർഗാവതി ദേവി എന്നാണ്. നെക്സ്റ്റ് ചോദ്യം ടീം സിയോടാണ്. പാരീസിൽ വന്ദേ മാതരം, തൽവാർ എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ച ഈ വനിത ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നു. മേഡം ഭിക്കാജി ഗാമ ആണ് ഈ വനിത. ജർമ്മനിയിലെ ഡാഷ് എന്ന സ്ഥലത്ത് 1907 ആഗസ്റ്റ് 22 ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തി ചരിത്രത്തിൽ ഇടം നേടി. എവിടെയായിരുന്നു ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തപ്പെട്ട സ്ഥലം? ടീം സിയോടാണ്. ടീം സിയോടാണ് ഡയറക്റ്റ് ചോദ്യം. മ്യൂണിക് ജർമ്മനിയിലാണ്, പക്ഷെ ഉത്തരം ശരിയല്ല. സ്റ്റുട്ട്ഗർട്ട് ആൻസർ ശരിയാണ്. സ്റ്റുട്ട്ഗർട്ട് എന്നാണ് ഉത്തരം. ഈ സ്ഥലത്താണ് നമ്മുടെ ഹെർമാൻ ഗോട്ടറിന്റെ ബർത്ത് പ്ലേസ്. ടീം ഡി 5 മാർക്ക്. ശ്രോതാക്കൾക്കായി ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. പാരീസിൽ വന്ദേ മാതരം, തൽവാർ എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ച ഈ വനിത ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നു. മേഡം ഭിക്കാജി ഗാമ ആണ് ഈ വനിത. ജർമ്മനിയിലെ ഡാഷ് എന്ന സ്ഥലത്ത് 1907 ആഗസ്റ്റ് 22 ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തി ചരിത്രത്തിൽ ഇടം നേടി. എവിടെയായിരുന്നു ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തപ്പെട്ട സ്ഥലം? സ്റ്റുട്ട്ഗർട്ട് എന്നാണ് ഉത്തരം. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ടീം ഡിയോടാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബംഗാളിലെ താംലൂക്ക് പോലീസ് സ്റ്റേഷന് സമീപം ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരണപ്പെട്ട വനിതയുടെ പ്രായം 72 വയസ്സായിരുന്നു. വൃദ്ധയായ ഗാന്ധി, അതായത് ഗാന്ധി ബുരി എന്നാണ് ഇവരറിയപ്പെട്ടിരുന്നത്. എന്താണ് ഈ വനിതയുടെ പേര്? മരിക്കുമ്പോൾ 72 വയസ്സായിരുന്നു പ്രായം. ടീം ഡിയുടെ ഡയറക്റ്റ് ചോദ്യം. ടീം ഡിയോടാണ്. അരുണ ആസിഫ് അലി സ്വാതന്ത്ര്യാനന്തരം ആണ് മരിക്കുന്നത്. ടീം എ മാതംഗിനി ഹസ്ര ശരിയായ ഉത്തരമാണ്. ടീം എക്ക് 5 മാർക്ക്. ശ്രോതാക്കൾക്കായി ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബംഗാളിലെ താംലൂക്ക് പോലീസ് സ്റ്റേഷന് സമീപം ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരണപ്പെട്ട വനിതയുടെ പ്രായം 72 വയസ്സായിരുന്നു. വൃദ്ധയായ ഗാന്ധി, അതായത് ഗാന്ധി ബുരി എന്നാണ് ഇവരറിയപ്പെട്ടിരുന്നത്. എന്താണ് ഈ വനിതയുടെ പേര്? മരിക്കുമ്പോൾ 72 വയസ്സായിരുന്നു പ്രായം. ഉത്തരം മാതംഗിനി ഹസ്ര. 3 റൗണ്ടുകൾ അവസാനിച്ചിരിക്കുന്നു. നമുക്ക് സ്കോർ ഒന്ന് പരിശോധിക്കാം. മൂന്നാമത്തെ റൗണ്ട് കഴിയുമ്പോഴുള്ള സ്കോർ നില ഇങ്ങനെയാണ്. ടീം എ 5 മാർക്ക്, ടീം ബി 5 മാർക്ക്, ടീം സി ഈ റൗണ്ടിൽ സ്കോർ ചെയ്തിട്ടില്ല. ടീം ഡി 5 മാർക്ക്. 4ാം റൗണ്ട് ദേശഭക്തി ഗാനങ്ങളും റേഡിയോയും. 4ാമത്തെ റൗണ്ടിലെ ആദ്യ ചോദ്യം. ഇന്നത്തെ ആകാശവാണി നിലയം, അതായത് നമ്മുടെ ഈ ക്വിസ് മത്സരം നടക്കുന്ന വേദി
സർ CP രാമസ്വാമി അയ്യരുടെ ഔദ്യോഗിക വസതിയായിരുന്നു. പിന്നീട് അത് ആകാശവാണിക്ക് വിട്ടു നൽകുകയാണ് ചെയ്തത് സ്വാതന്ത്ര്യാനന്തരം. അദ്ദേഹം താമസിച്ചിരുന്നപ്പോൾ എന്തായിരുന്നു ഈ കെട്ടിടത്തിന്റെ പേര്? ടീം ഡിയോടാണ്. ടീം ഡിയോടാണ്. പാസ്. ടീം സി ഭക്തിവിലാസം പാലസ്. ആൻസർ ശരിയാണ്. ഭക്തിവിലാസം കൊട്ടാരം. ശ്രോതാക്കൾക്കായി ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. ഇന്നത്തെ ആകാശവാണി നിലയം, അതായത് നമ്മുടെ ഈ ക്വിസ് മത്സരം നടക്കുന്ന വേദി, സർ CP രാമസ്വാമി അയ്യരുടെ ഔദ്യോഗിക വസതിയായിരുന്നു. പിന്നീട് അത് ആകാശവാണിക്ക് വിട്ടു നൽകുകയാണ് ചെയ്തത് സ്വാതന്ത്ര്യാനന്തരം. അദ്ദേഹം താമസിച്ചിരുന്നപ്പോൾ എന്തായിരുന്നു ഈ കെട്ടിടത്തിന്റെ പേര്? ഉത്തരം ഭക്തിവിലാസം കൊട്ടാരം. ഈ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം ടീം സിയോടാണ്. 1942 ജർമ്മനിയിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യത്തിനായി പൊരുതാൻ ഇന്ത്യക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒരു റേഡിയോ സംവിധാനം ആരംഭിച്ചിരുന്നു. എന്താണ് ഇതിന് കൊടുത്തിരുന്ന പേര്? ടീം സിയോടാണ്. പാസ്. ടീം ബിയോട്. ആസാദ് ഹിന്ദ്. ശരിയായ ഉത്തരമാണ്. ആസാദ് ഹിന്ദ് റേഡിയോ എന്നാണ് അതിന്റെ പേര്. സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ വേറൊരു റേഡിയോ ഉണ്ടായിരുന്നു, നമുക്കറിയാം. ഏതാണ്? കോൺഗ്രസ് റേഡിയോ, ഉഷാമ്പേത്തോ. അത് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങളെല്ലാം പഠിച്ചെന്ന് എനിക്ക് ഉറപ്പാണ്. ശ്രോതാക്കൾക്കായി ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. 1942 ജർമ്മനിയിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യത്തിനായി പൊരുതാൻ ഇന്ത്യക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒരു റേഡിയോ സംവിധാനം ആരംഭിച്ചിരുന്നു. എന്താണ് ഇതിന് കൊടുത്തിരുന്ന പേര്? ആസാദ് ഹിന്ദ് റേഡിയോ എന്നാണ് അതിന്റെ പേര്. മൂന്നാമത്തെ ചോദ്യം ഒരു ഓഡിയോ ആണ്, ഒരു ദേശഭക്തി ഗാനമാണ്. നമുക്ക് കേൾക്കാം. जय 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 जन्मभूमि, जय 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 भारत भूमि, जय 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 जन्मभूमि, जय 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 भारत भूमि, जय 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 जन्मभूमि, जय 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 भारत भूमि. ഓക്കെ, ഇതൊരു സിനിമാ ഗാനമാണ്, പക്ഷേ വളരെ മനോഹരമായ ഒരു ദേശഭക്തി ഗാനം കൂടിയാണ്. ഏത് സിനിമയിലാണ് ഈ ഗാനം ഉള്ളത്? ടീം ബിയോ. രക്തസാക്ഷികൾ സിന്ദാബാദ്. 2000 ഇറങ്ങിയ മോഹൻലാലിന്റെ സിനിമയല്ലേ? സ്കൂൾ മാസ്റ്റർ. ശരിയായ ഉത്തരം ടീം എ, സ്കൂൾ മാസ്റ്റർ. തിക്കുറിശി ഒരു സ്കൂൾ അങ്കണത്തിൽ വെച്ചുള്ള ഒരു പാട്ടാണ്, അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട പാട്ടാണെന്ന് തോന്നുന്നു. ടീം എക്ക് 5 മാർക്ക്. ടീം എക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതും ഒരു ദേശഭക്തി ഗാനമാണ്. ആദ്യം ഗാനം കേൾക്കാം. झंडा ऊंचा रहे हमारा, विजयी विश्व तिरंगा प्यारा. झंडा ऊंचा रहे हमारा, विजयी विश्व तिरंगा प्यारा. ഗാനം നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. ഇത് INA മാർച്ച് പാസിനൊക്കെ ഒരു ഉപയോഗിക്കാറുണ്ട്. ഈ ഗാനം രചിച്ച വ്യക്തി ആരാണ്? ടീം എയോടാണ് ചോദ്യം.
ടീം എയോടാണ് ചോദ്യം. പീയൂഷ് പാണ്ഡെ. പീയൂഷ് പാണ്ഡെ അല്ല, അത് നിങ്ങൾ ഉദ്ദേശിച്ചത് ദൂരദർശനിലെ ഒരു ഗാനമുണ്ട്. ആ ഗാനം ഇതാണ്. പീയൂഷ് പാണ്ഡെയൊക്കെ രചിച്ച ഗാനം മിലേ സുർ മേര തുമാര, ആ ഗാനമാണ്. നല്ല ഗസ്സായിരുന്നു. ഉത്തരം തെറ്റാണ്. ടീം ഡി. പസ്. ടീം സി. ക്യാപ്റ്റൻ ലക്ഷ്മി. അല്ല, അയ്യന്നെ പറഞ്ഞതുകൊണ്ടായിരിക്കാം. ഉത്തരം തെറ്റാണ്. ടീം ബി. വംശീധർ ശുക്ല. അല്ല, അദ്ദേഹം അയ്യന്നയുടെ മറ്റൊരു ഖതം എന്നുള്ള ഗാനമാണ് രചിച്ചത്. ഇത് ശ്യാംലാൽ ഗുപ്തയാണ്. ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. 4 റൗണ്ടുകൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഒരു റൗണ്ട് കൂടി മാത്രം മത്സരത്തിലുള്ളൂ. നമുക്ക് സ്കോർ ഒന്ന് പരിശോധിക്കാം. 4ാമത്തെ റൗണ്ട് കഴിയുമ്പോഴുള്ള സ്കോർ നില ഇങ്ങനെയാണ്. ടീം എ 5 മാർക്ക്, ടീം ബി 5 മാർക്ക്, ടീം സി 5 മാർക്ക്, ടീം ഡി ഈ റൗണ്ടിൽ സ്കോർ ചെയ്തിട്ടില്ല. 5ാം റൗണ്ട് കേരളവും സ്വാതന്ത്ര്യ സമരവും. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. മഠത്തിൽ അപ്പു, കോയിത്താണ്ടി ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ, പൊടവര കുഞ്ഞമ്പു നായർ ഇവരുടെ 4 പേരുടെയും പൊതുവായ പ്രത്യേകത എന്താണ്? ടീം എ. ടീം എ. കയ്യൂർ സമരത്തിലെ രക്തസാക്ഷികൾ. ശരിയായ ഉത്തരമാണ്. കയ്യൂർ സമരത്തിലെ രക്തസാക്ഷികളാണ്. മീനമാസത്തിലെ സൂര്യൻ എന്ന ചിത്രം ഇതുമായി ബന്ധപ്പെട്ടതാണ്. ടീം എക്ക് 10 മാർക്ക്. ശ്രോതാക്കൾക്കായി ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. മഠത്തിൽ അപ്പു, കോയിത്താണ്ടി ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ, പൊടവര കുഞ്ഞമ്പു നായർ ഇവരുടെ 4 പേരുടെയും പൊതുവായ പ്രത്യേകത എന്താണ്? ഉത്തരം കയ്യൂർ സമരത്തിലെ രക്തസാക്ഷികളാണ്. അടുത്ത ഒരു സാഹിത്യകൃതിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ടു. മലയാളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ ബാല്യകാല അനുഭവം ഉമ്മയോട് പങ്കുവയ്ക്കുന്ന ഒരു കഥയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പ് എന്ന കഥാസമാഹാരത്തിലാണ് ഈ കഥയുള്ളത്. കഥയുടെ പേര് എന്ത്? ടീം ബിയോടാണ് ഡയറക്റ്റ്. ടീം ബിയോടാണ്. വിദ്യാർത്ഥി ഉത്തരം തെറ്റാണ്. ടീം സി. എന്റെ ഗുരുനാഥൻ വള്ളത്തോളുടെ ഒരു കവിതയാണ്. എന്റെ അമ്മ അല്ല. ഗാന്ധി. ടീം എ ഗാന്ധി ഉത്തരം തെറ്റാണ്. ഉത്തരം അമ്മ എന്നാണ്. കാരണം കൃതി ആയതുകൊണ്ട് എനിക്കത് മാറ്റം വരുത്താൻ കഴിയില്ല. ഭാഗികമായി മാർക്കും തരാനും നിർവാഹമില്ല. അമ്മ എന്നാണ് കൃതിയുടെ പേര്. ചോദ്യം ഇഷ്ടപ്പെട്ടോ? വായിച്ചതായിരുന്നു. പഠിക്കാനുണ്ടായിരുന്നു. ശ്രോതാക്കൾക്കായി ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ടു. മലയാളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ ബാല്യകാല അനുഭവം ഉമ്മയോട് പങ്കുവയ്ക്കുന്ന ഒരു കഥയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പ് എന്ന കഥാസമാഹാരത്തിലാണ് ഈ കഥയുള്ളത്. കഥയുടെ പേര് എന്ത്? ഉത്തരം അമ്മ എന്നാണ്. റൗണ്ടിലെ 3ാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വൈക്കം സത്യാഗ്രഹ സമയത്ത് ശക്തമായ മഴയെ തുടർന്ന് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ക്ഷേത്രവഴി കഴുത്തറ്റം വെള്ളത്തിൽ സത്യാഗ്രഹികൾക്കൊപ്പം നിന്ന് സമരാനുകൂലിയായ ഒരു വ്യക്തിയെ, അതിനെ എതിർക്കുന്നവർ, സത്യാഗ്രഹത്തെ എതിർക്കുന്നവർ വള്ളത്തിൽ വന്ന് കണ്ണിൽ ചുണ്ണാമ്പ് തേക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ഗാന്ധിജി പിൽക്കാലത്തും മരുന്നൊക്കെ കൊടുത്തുവിട്ടെങ്കിലും കാഴ്ച പൂർണ്ണമായും അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുകയുണ്ടായില്ല. ആരായിരുന്നു ഈ വ്യക്തി? ടീം സിയോടാണ്. ടീം സിയോടാണ്. ടീം ഡി വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പാസ്. ടീം എ. ചിറ്റെടുത്ത് ശങ്കുപിള്ള വൈക്കം സത്യാഗ്രഹത്തിലെ ഒരേ ഒരു രക്തസാക്ഷിയാണ്. ഉത്തരം തെറ്റാണ്. ടീം ബി. ആമച്ചാടി തേവനും വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉത്തരം അതല്ല. ഉത്തരം രാമൻ ഇളയത്. ശ്രോതാക്കൾക്കായി ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. വൈക്കം സത്യാഗ്രഹ സമയത്ത് ശക്തമായ മഴയെ തുടർന്ന് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ക്ഷേത്രവഴി കഴുത്തറ്റം വെള്ളത്തിൽ സത്യാഗ്രഹികൾക്കൊപ്പം നിന്ന് സമരാനുകൂലിയായ ഒരു വ്യക്തിയെ, അതിനെ എതിർക്കുന്നവർ, സത്യാഗ്രഹത്തെ എതിർക്കുന്നവർ വള്ളത്തിൽ വന്ന് കണ്ണിൽ ചുണ്ണാമ്പ് തേക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ഗാന്ധിജി പിൽക്കാലത്തും മരുന്നൊക്കെ കൊടുത്തുവിട്ടെങ്കിലും കാഴ്ച പൂർണ്ണമായും അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുകയുണ്ടായില്ല. ആരായിരുന്നു ഈ വ്യക്തി? ഉത്തരം രാമൻ ഇളയത്.
നമ്മുടെ ക്വിസ് മത്സരത്തിലെ അവസാനത്തെ ചോദ്യമാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലും ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം നടന്നു. എന്തായിരുന്നു ഈ സംഭവത്തിന്റെ പേര്? ടീം ഡിയോടാണ് ഡയറക്റ്റ് ചോദ്യം. ടീം ഡിയോടാണ് ഡയറക്റ്റ് ചോദ്യം. കീഴരിയൂർ ബോംബ് കേസ്. ഉത്തരം ശരിയാണ്. കീഴരിയൂർ ബോംബ് കേസ്. ശ്രോതാക്കൾക്കായി ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലും ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം നടന്നു. എന്തായിരുന്നു ഈ സംഭവത്തിന്റെ പേര്? ഉത്തരം കീഴരിയൂർ ബോംബ് കേസ്. അഞ്ചാമത്തെ റൗണ്ട് കഴിയുമ്പോഴുള്ള സ്കോർ നില ഇങ്ങനെയാണ്. ടീം എ 10 മാർക്ക്, ടീം ബി ഈ റൗണ്ടിൽ സ്കോർ ചെയ്തിട്ടില്ല, ടീം സി ഈ റൗണ്ടിൽ സ്കോർ ചെയ്തിട്ടില്ല, ടീം ഡി 10 മാർക്ക്. നമ്മുടെ മത്സരം അവസാനിച്ചിരിക്കുന്നു. സ്കോർ പരിശോധിക്കാം. 5 റൗണ്ടുകൾ കഴിയുമ്പോഴുള്ള സ്കോർ നില എങ്ങനെയാണ്? ടീം എ മാർ വാനീസ് കോളേജ് തിരുവനന്തപുരം 30 മാർക്ക്, ടീം ബി ക്രിസ്ത്യൻ കോളേജ് കാട്ടാക്കട തിരുവനന്തപുരം 35 മാർക്ക്, ടീം സി ബിഷപ്പ് മൂർ കോളേജ് മാവേലിക്കര 25 മാർക്ക്, ടീം ഡി ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം 15 മാർക്ക്. ഈ പ്രശ്നോത്തരിയുടെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് തിരുവനന്തപുരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ കൈലാസ് നാഥ് SS, അദ്വൈതം പ്രശാന്ത് എന്നിവരാണ്. രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് തിരുവനന്തപുരം മാർ വാനീസ് കോളേജിലെ ആദിത്യൻ DM-ഉം സൂര്യ കിരൺ SL-ഉം അടങ്ങുന്ന ടീമാണ്. മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിലെ അഭിഷേക് G അനൂപും മുഹമ്മദ് ഹിഷാം നൌഷാദും അടങ്ങുന്ന ടീമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് യുവവാണി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിലെ കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പ്രശ്നോത്തരിയിൽ പങ്കെടുത്ത 16 ടീമുകളിൽ നിന്നും ഫൈനൽ മത്സരത്തിലേക്ക് യോഗ്യത നേടിയ 4 ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന പ്രശ്നോത്തരിയുടെ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ ഇനി ആകാശവാണിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ശ്രോതാക്കൾക്ക് അറിയിക്കാവുന്നതാണ്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ ഇൻസ്റ്റാഗ്രാം AIR TVPM, എക്സ് ഹാൻഡിൽ ആകാശവാണി TVM, ഫേസ്ബുക്ക് ആകാശവാണി തിരുവനന്തപുരം. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. നിർവഹണ സഹായം CM അരുൺ കേശവ്, അമൽ ദത്ത്, അതുൽ കൃഷ്ണൻ. നിർവഹണം സെബിൽ ജിഹാൻ.